ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും ഇന്നത്തെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 1 സെറ്റ്സ്. ഇന്ന് നമ്മൾ പാർട്ട് 9 ആണ്. കോംപ്ലിമെൻ്റ് ഓഫ് എ സെറ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതായത് നമ്മൾ ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് ഒക്കെ പഠിച്ചിരുന്നു. യൂണിയൻ ഓഫ് സെറ്റ്സ്, ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്, ഡിഫറൻസ് ഓഫ് സെറ്റ്സ് ഇതെല്ലാം പഠിച്ചു. അതിൻ്റെ എക്സസൈസും കംപ്ലീറ്റ് ആക്കി. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പുതിയ കൺസെപ്റ്റാണ് കോംപ്ലിമെൻ്റ് ഓഫ് എ സെറ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക. കൺസിഡർ ദി സെറ്റ്സ് U is equal to set 1, 2, 3, 4, 5, 6. A is equal to set 2, 3. Then what is U? U is the universal set and A is the subset of U. Now consider the set 1, 4, 5, 6. ഈ സെറ്റിലെ എലമെൻറ്റ്സ് ഒന്ന് ശ്രദ്ധിച്ചേ. 1, 4, 5, 6. അതായത് ഈ സെറ്റ് ഞാൻ എഴുതിയിരിക്കുന്നത് U മൈനസ് എ ആണ് അല്ലേ. യു എന്ന് പറഞ്ഞ സെറ്റിൽ നിന്നും എയിലെ എലമെൻറ്റ്സിനെയൊക്കെ ഒഴിവാക്കി. അതായത് എയിലെ എലമെൻറ്റ്സ് 2ഉം 3ഉം ആണ്. യു എന്ന് പറയുന്ന സെറ്റിൽ 2 ഉണ്ട് 3 ഉണ്ട്. അപ്പോൾ യു മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താ? യു എന്ന് പറയുന്ന സെറ്റിൽ നിന്നും എയിലെ എലമെൻറ്റ്സിനെയൊക്കെ ഒഴിവാക്കുക. അപ്പോൾ എയിലെ എലമെൻറ്റ്സ് 2ഉം 3ഉം ആണ്. അതിനെ യുവിൽ നിന്നും ഒഴിവാക്കി. ബാക്കിയുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ് വരുന്നത്? 1, 4, 5, 6 അല്ലേ. അതല്ലേ ഈ സെറ്റ് എഴുതിയിരിക്കുന്നത് 1, 4, 5, 6. അപ്പോൾ നമുക്ക് കിട്ടിയ പുതിയ സെറ്റിനെ നമ്മളെന്ന് പറയും കോംപ്ലിമെൻ്റ് ഓഫ് എ. അതായത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എയിലെ എലമെൻറ്റ്സിനെയാണ് ഒഴിവാക്കിയത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് പറയും? കോംപ്ലിമെൻ്റ് ഓഫ് എ. ഈ പുതിയ സെറ്റിനെ പറയുന്ന പേരെന്താ? കോംപ്ലിമെൻ്റ് ഓഫ് എ. ഓക്കെ. ഇനി നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? എ കോംപ്ലിമെൻറ്റ്. എ മുകളിലിട്ടിട്ട് ഒരു ഡാഷ്, എ ഡാഷ് അല്ലേ. അത് നമ്മൾ വായിക്കുന്നത് എ കോംപ്ലിമെൻ്റ് എന്നാണ്. അപ്പോൾ എ കോംപ്ലിമെൻ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് 1, 4, 5, 6. ക്ലിയർ ആയില്ലേ? അപ്പോൾ എങ്ങനെയാണ് എ കോംപ്ലിമെൻ്റ് കണ്ടത്? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ഏത് സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആണോ കാണേണ്ടത് ആ സെറ്റിലെ എലമെൻറ്റ്സിനെ ഒഴിവാക്കുക. ഇവിടെ എ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എയിലെ എലമെൻറ്റ്സിനെ ഒഴിവാക്കി. ദാറ്റ് ഈസ് യു മൈനസ് എ അല്ലേ. നമ്മൾ പഠിച്ചതാണ്, ഡിഫറൻസ് ഓഫ് സെറ്റ്സ് പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്തേ? യു മൈനസ് എ ആണ് കണ്ടത്. അപ്പോൾ എന്ത് കിട്ടി? എ കോംപ്ലിമെൻറ്റ്. ക്ലിയർ ആയില്ലേ? നമുക്കിനി അത് നോട്ടിൽ എഴുതണ്ട, ഇത് മുതൽ നോട്ടിലേക്ക് എഴുതിക്കോളാം. കോംപ്ലിമെൻ്റ് ഓഫ് എ സെറ്റ്. ഡെഫിനിഷൻ: The complement of a set A is the set of all elements of U which are not in A. ഒന്നും കൂടെ വായിക്കാം. The complement of a set A is the set of all elements of U which are not in A. എയിലെ എലമെൻറ്റ്സ് എല്ലാം ഉണ്ടായിരിക്കണം, പക്ഷേ എവിടെ ഉണ്ടാകരുത്? എയിൽ ഉണ്ടാകരുത്. എന്ന് പറഞ്ഞാൽ എന്താ? യുവിൽ നിന്നും എയിലെ എലമെൻറ്റ്സിനെ ഒഴിവാക്കി. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ കോംപ്ലിമെൻറ്റ് ഓർ. എ ഇട്ടിട്ട് മുകളിൽ സ്മോൾ സി കൊടുക്കുക. ഇങ്ങനെ രണ്ട് നൊട്ടേഷനുണ്ട്. എ ഡാഷെന്ന് എഴുതാം, എ റേസ് ടു സി. അപ്പം നമ്മൾ സാധാരണ കോമൺലി യൂസ് ചെയ്യുന്ന ഈ നൊട്ടേഷനാണ്. നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എ കോംപ്ലിമെൻറ്റ്. ഓക്കെ. ദെൻ എ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ. അതായത് കോംപ്ലിമെൻറ്റിൻ്റെ സെറ്റ് ബിൽഡർ ഫോം അല്ലേ. നമ്മൾ ഓരോന്നിൻ്റെ സെറ്റ് ബിൽഡർ ഫോം പഠിച്ചിരുന്നു. അതുപോലെ എ കോംപ്ലിമെൻറ്റിൻ്റെ സെറ്റ് ബിൽഡർ ഫോം ആണ് എ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു. എക്സ് യുയിലുണ്ട് ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ. എയിൽ ഉണ്ടാകാനും പാടില്ല. ദാറ്റ് ഈസ് എ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു യു മൈനസ് എ. നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാം. എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മതി? കണ്ടാൽ മതി, യു മൈനസ് എ കണ്ടാൽ മതി. ഓക്കെ. എക്സാമ്പിൾ: let u is equal to, നേരത്തെ നമ്മൾ എഴുതുകയാണ്, set 1, 2, 3, 4, 5, 6, then a is equal to 2, 3, then a complement is equal to u minus a. ഇങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കും. അതിനുവേണ്ടിയാണ് യു മൈനസ് എന്ന് എഴുതുന്നത്. ഇനി എഴുതണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് നേരെ എ കോംപ്ലിമെൻറ്റിലെ എലമെൻറ്റ്സ് എഴുതി വെക്കാം. ദാറ്റ് ഈസ് എ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു യു മൈനസ് എ വിച്ച് ഈസ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എയിലെ എലമെൻറ്റ്സിനെ ഒഴിവാക്കി 2ഉം 3ഉം ഇവിടുന്ന് ഒഴിവായി. ബാക്കിയുള്ളത് സെറ്റ് 1, 4, 5, 6. ക്ലിയർ അല്ലേ? ഇനി ഇതിനകത്ത് നമുക്കൊന്ന് കമ്പയർ നോക്കിയേ. ഈ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഏതിൻ്റെ സബ്സെറ്റാണ്? ഈ എ കോംപ്ലിമെൻ്റ് 1, 4, 5, 6 ആണ്. ഈ എലമെൻറ്റ്സ് എല്ലാം എവിടെയുണ്ട്? ഈ യൂണിവേഴ്സൽ സെറ്റിലുണ്ട് അല്ലേ. ഇതല്ലേ 1, 4, 5, 6. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ കോംപ്ലിമെൻ്റ് സബ്സെറ്റ് ഓഫ് യു അല്ലേ.
എ സബ്സെറ്റ് ഓഫ് യു ആണ്, അതുപോലെ എ കോംപ്ലിമെൻറ്റ് സബ്സെറ്റ് ഓഫ് യു. ഓക്കെ, നൗ ഇനി ഈ എ കോംപ്ലിമെൻറ്റേയും എയുടെയും കൂടി യൂണിയൻ ഒന്ന് കണ്ടു നോക്കിയേ. എ കോംപ്ലിമെൻറ്റ് യൂണിയൻ എ എന്താ വരുന്നത്? യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ? എയിലെയും എ കോംപ്ലിമെൻറ്റിലെയും എല്ലാ എലമെൻസും അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? സെറ്റ് 1 2 3 4 5 6 ഇതല്ലേ എഴുതിയിരിക്കുന്നത്. സെറ്റ് 1 2 3 4 5 6. ഈ സെറ്റ് ഏതാ? നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് ഇത് അല്ലേ? അപ്പോൾ നമുക്ക് എന്തൊരു റിസൾട്ടും കൂടി കിട്ടി? എ കോംപ്ലിമെൻറ്റ് യൂണിയൻ എ ഈസ് ഈക്വൽ ടു യു. ഓക്കെ, ഇനി സെക്കൻഡ് എക്സാമ്പിൾ. യു ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6 7 8 9 10 and A is equal to set 1 3 5 7 9. C is equal to set 2 3 5. ആദ്യം എന്ത് കാണാം? എ കോംപ്ലിമെൻറ്റ് കാണാം. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു യു മൈനസ് എ. എയിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാ? 1 3 5 7 9. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എയിലെ എലമെൻറ്റ്സിനെ ഒഴിവാക്കി. ബാക്കി ഏതൊക്കെ വരും? ഈ 1 3 5 7 9 ഇതാ ഇവിടെ നിന്ന് 1 3 5 7 9 ഒഴിവാക്കി. ബാക്കി ഏതൊക്കെയാണ് ഉള്ളത്? സെറ്റ് 2 4 6 8 10 അല്ലേ? ഇതിൽ എഴുതിയേക്കുന്നത് എ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് 2 4 6 8 10. എല്ലാവരും പഠിച്ചില്ലേ? ഇപ്പം കോംപ്ലിമെൻറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഏത് സെറ്റിൻ്റെ ആണോ കോംപ്ലിമെൻറ്റ് കാണേണ്ടത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ആ സെറ്റിലെ എലമെൻറ്റ്സിനെ ഒഴിവാക്കിയാൽ നമുക്ക് കോംപ്ലിമെൻറ്റ് ഓഫ് ദാറ്റ് സെറ്റായി. ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒന്ന് സി കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ചേ. വേഗം കണ്ടുപിടിച്ചേ. എന്ത് ചെയ്താൽ മതി? യു മൈനസ് സി കാണുക അല്ലേ? യു മൈനസ് സി കാണുമ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും 2 3 5 ഒഴിവാക്കണം. ബാക്കി എന്ത് കിട്ടി? സി കോംപ്ലിമെൻറ്റിലെ എലമെൻറ്റ്സ് കിട്ടിയോ എല്ലാവർക്കും? ഇതാണ് കിട്ടിയെന്ന് നോക്കിയേ. സി കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു യു മൈനസ് സി. ദാറ്റ് ഈസ് 2 3 5. യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും 2 3 5 ഒഴിവായി. ബാക്കിയുള്ളത് 1 4 പിന്നെ 6 7 8 9 10 അല്ലേ? ഇതല്ലേ സി കോംപ്ലിമെൻറ്റ്? ഇതല്ലേ എല്ലാവർക്കും കിട്ടിയത്? ഓക്കെ, ഇപ്പോൾ സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് കാണാൻ എല്ലാവരും പഠിച്ചില്ലേ? ഓക്കെ, നമുക്ക് അടുത്തൊരെണ്ണം കൂടി കണ്ടു നോക്കാം. എ കോംപ്ലിമെൻറ്റ് ഓൾ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം നമ്മൾ എ കോംപ്ലിമെൻറ്റ് കണ്ടു, അതിൻ്റെ കോംപ്ലിമെൻറ്റ്. ക്ലിയർ ആയോ? എ കോംപ്ലിമെൻറ്റ് ഹോൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ എന്ത് ചെയ്യണം? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ കോംപ്ലിമെൻറ്റ് കളയണം അല്ലേ? യു മൈനസ് എ കോംപ്ലിമെൻറ്റ്. അതായത് എ കോംപ്ലിമെൻറ്റ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ സബ്സ്ട്രാക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് ഓൾ കോംപ്ലിമെൻറ്റ് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ കോംപ്ലിമെൻറ്റ് സബ്സ്ട്രാക്ട് ചെയ്തു. ക്ലിയർ ആയില്ലേ? അപ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? എ കോംപ്ലിമെൻറ്റിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഇതാ 2 4 6 8 10. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും 2 4 6 8 10 പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? ഇതാ ഞാനിവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ബാക്കി എന്തുണ്ട്? സെറ്റ് 1 3 5 7 9. നോക്കിയേ, ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്. അപ്പോൾ എ കോംപ്ലിമെൻറ്റിലെ എലമെൻറ്റ്സ് ഇതാ 2 4 6 8 10 ആണ്. അപ്പോൾ ഈ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും 2 4 6 8 10 ഒഴിവാക്കി. ബാക്കി ഏതൊക്കെയാണുള്ളത്? 1 3 5 7 9 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സെറ്റ് 1 3 5 7 9 എന്ന് കിട്ടി. ഈ സെറ്റ് ഏത് സെറ്റ് തന്നെയാ? നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ടൊന്ന് കമ്പയർ ചെയ്തേ. എ എന്ന് പറഞ്ഞ സെറ്റാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ കോംപ്ലിമെൻറ്റ് ഓൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ. അതൊരു റിസൾട്ടാണ്. ഓക്കെ, ഏത് സെറ്റിൻ്റെയും കോംപ്ലിമെൻറ്റ് കണ്ട് അതിൻ്റെ കോംപ്ലിമെൻറ്റ് കാണുമ്പോൾ നമുക്ക് സെയിം സെറ്റ് ആയിരിക്കും കിട്ടുന്നത്. ദാറ്റ് ഈസ് എ കോംപ്ലിമെൻറ്റ് ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ. ഓക്കെ, ഈ റിസൾട്ട് ഓർത്തിരിക്കുക. എ കോംപ്ലിമെൻറ്റ് ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ. അതുപോലെ തന്നെ നമുക്ക് സി കോംപ്ലിമെൻറ്റ് ഓൾ കോംപ്ലിമെൻറ്റും കൂടി കണ്ടു നോക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് സി കോംപ്ലിമെൻറ്റ് കളയണം അല്ലേ? ദാറ്റ് ഈസ് യു മൈനസ് സി കോംപ്ലിമെൻറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ്. ഇതിൽ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് അതിൽ നിന്നും സി കോംപ്ലിമെൻറ്റ് കളഞ്ഞ് ഇതല്ലേ സി കോംപ്ലിമെൻറ്റിലെ എലമെൻറ്റ്സ്. അപ്പം 1 4 6 7 8 9 10 ഇത്ര എലമെൻറ്റ്സ് പോയാൽ ബാക്കി എന്താ ഉള്ളത്? 2 3 5 അല്ലേ? അതിലെഴുതിയിരിക്കുന്നത് സെറ്റ് 2 3 5. ഈ സെറ്റ് 2 3 5 എന്ന് പറയുന്നത് ഏതാ? സി എന്ന് പറയുന്ന സെറ്റ് തന്നെയാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സി കോംപ്ലിമെൻറ്റ് ഓൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു സി. ക്ലിയർ ആയില്ലേ എല്ലാവർക്കും?
ഓക്കെ, ഇപ്പോൾ കോംപ്ലിമെൻറ്റ് കാണാൻ പഠിച്ചു. അതിൻ്റെ കൂടെ നമ്മൾ 1-2 റിസൾട്ടും പഠിച്ചു. ഓക്കെ, നൗ വെൻ ഡയഗ്രാം ഓഫ് എ കോംപ്ലിമെൻറ്റ്. അപ്പോൾ എല്ലാത്തിൻ്റെയും വെൻ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും വെൻ ഡയഗ്രാം നോക്കി. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ യൂണിവേഴ്സൽ സെറ്റ്, ഇനി ഇത് എ എന്ന് പറയുന്ന സെറ്റ്, നമുക്ക് എന്താ വേണ്ടേ? എ കോംപ്ലിമെൻറ്റ് അല്ലേ? അപ്പോൾ കോംപ്ലിമെൻറ്റ് കാണാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ എന്ന് പറയുന്ന സെറ്റിനെ ഒഴിവാക്കി അല്ലേ? ഇത് മൊത്തം നമ്മുടെ യൂണിവേഴ്സൽ സെറ്റാണ്. എ സബ്സെറ്റ് ഓഫ് യൂണിവേഴ്സൽ സെറ്റാണ്. ഇനി എ കോംപ്ലിമെൻറ്റ് കാണാൻ വേണ്ടി യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ എന്ന് പറയുന്ന സെറ്റിനെ ഒഴിവാക്കി. അപ്പോൾ ബാക്കി ഏതായിരിക്കും വരുന്നത്? ഇതിന് പുറമെ എ എന്ന് പറയുന്ന സെറ്റിന് പുറമേ ഉള്ള പോർഷൻസ് അല്ലേ? ഇതാണ് എ കോംപ്ലിമെൻറ്റ്. അതായത് ഈ ബ്ലൂ ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്നതാണ് എന്ത്? എ കോംപ്ലിമെൻറ്റ്. ക്ലിയർ ആയോ എല്ലാവർക്കും? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ എന്ന് പറയുന്ന സെറ്റിനെ ഒഴിവാക്കിയാൽ ബാക്കി വരുന്ന എലമെൻറ്റ്സ് ആണ് എ കോംപ്ലിമെൻറ്റ്. ഇപ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ എന്ന് പറയുന്ന സെറ്റിനെ ഒഴിവാക്കി നമ്മൾ ബാക്കി എലമെൻറ്റ്സ് എവിടെയാണ് വരുന്നത്? എക്ക് പുറത്ത് അല്ലേ? എയിൽ എലമെൻറ്റ്സ് ഉണ്ടോ? ഇല്ല. പിന്നെ എക്ക് പുറത്ത് വരുന്നത് ഇത് യൂണിവേഴ്സൽ സെറ്റിലും ആയിരിക്കും. എക്ക് പുറത്തുള്ള പോർഷനാണ് ഈ ബ്ലൂ ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി ഈ ഡയഗ്രാം നോക്കിയിട്ട് നമുക്കൊന്നും കൂടെ മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ കണ്ടതാണ് എ കോംപ്ലിമെൻറ്റ് സബ്സെറ്റ് ഓഫ് യു അല്ലേ? എ കോംപ്ലിമെൻറ്റ് എലമെൻറ്റ്സ് ഇതിനകത്താണുള്ളത്, ഈ യൂണിവേഴ്സൽ സെറ്റിലാണ്. അതിൻ്റെ എ കോംപ്ലിമെൻറ്റ് സബ്സെറ്റ് ഓഫ് യു ആയിട്ടാണ് വരുന്നത്. ഓക്കെ, നൗ എ കോംപ്ലിമെൻറ്റ് യൂണിയൻ എ, ഇതാണ് എ കോംപ്ലിമെൻറ്റ്. ഈ എ കോംപ്ലിമെൻറ്റിലെ എലമെൻറ്റ്സും എ എന്ന് പറയുന്ന സെറ്റും കൂടി കൂടിയാൽ എന്തായി മാറി? ഇത് മൊത്തം വന്നു അല്ലേ? ഈ എ എന്ന് പറയുന്ന സെറ്റും എ കോംപ്ലിമെൻറ്റും കംപ്ലീറ്റ് ആയി. അപ്പോൾ ഏത് സെറ്റാണ് നമുക്ക് കിട്ടുന്നത്? യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ, നൗ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എ, ഇതല്ലേ എ കോംപ്ലിമെൻറ്റ്? എ എന്ന് പറയുന്ന സെറ്റ് ഇത്, അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഇൻ്റർസെക്ഷൻ എന്താ? അതിന് രണ്ടിനും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഉണ്ടോ? ഇല്ല അല്ലേ? എ കോംപ്ലിമെൻറ്റ് എക്ക് പുറത്താണുള്ളത്. പിന്നെ എ എന്ന് പറയുന്ന സെറ്റ്, ഇത് രണ്ടും കൂടി ഇൻ്റർസെക്ഷൻ കോമൺ പോർഷൻ വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് കിട്ടും? എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എ ഈസ് ഈക്വൽ ടു നൾ സെറ്റ് അല്ലേ? എ കോംപ്ലിമെൻറ്റും എയും എന്ത് സെറ്റാണ്? ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്. ദെൻ വാട്ട് ഈസ് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്? ടു സെറ്റ്സ് ഹാവ് നോ കോമൺ എലമെൻറ്റ്സ് അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് എന്ത് കിട്ടി നമുക്ക്? 3 റിസൾട്ടുകൾ നമ്മൾ പഠിച്ചു. എ കോംപ്ലിമെൻറ്റ് സബ്സെറ്റ് ഓഫ് യു ആണ്. എ കോംപ്ലിമെൻറ്റ് യൂണിയൻ എ ഈസ് ഈക്വൽ ടു യു ആണ്. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എ ഈസ് ഈക്വൽ ടു നൾ സെറ്റ്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് 1-2 ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. ലെറ്റ് യു ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5, 6. എ ഈസ് ഈക്വൽ ടു സെറ്റ് 2, 3 ആൻഡ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് 3, 4, 5. ഫൈൻഡ് ഫസ്റ്റ് വൺ എ കോംപ്ലിമെൻറ്റ്, സെക്കൻഡ് വൺ ബി കോംപ്ലിമെൻറ്റ്, തേർഡ് വൺ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്, fourth one A union B, and hence show that A union B whole complement is equal to A complement intersection B complement. അതായത് A complement കാണണം, B complement കാണണം, പിന്നെ A complement intersection B complement കാണണം. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ A union B കാണണം, hence show that അതിനുശേഷം A union B all complement is equal to A complement intersection B complement ആണെന്ന് കാണിക്കണം അല്ലേ? ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് കാണാൻ അറിയാലോ? വേഗം കണ്ടോ? എന്താ എ കോംപ്ലിമെൻറ്റ്? എ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു യു മൈനസ് എ. യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എയിൽ എലമെൻറ്റ്സിനെ ഒഴിവാക്കി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സെറ്റ് 1, 4, 5, 6. ഓക്കെ, ദെൻ ബി കോംപ്ലിമെൻറ്റ്. വാട്ട് ഈസ് ബി കോംപ്ലിമെൻറ്റ്? യു മൈനസ് ബി. യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സിനെ ഒഴിവാക്കി. അപ്പോൾ 3, 4, 5 പോയി. ബാക്കി എന്തുണ്ട്? 1, 2, 6. Okay, u minus b is equal to set 1, 2, 6. Now, third question, A complement intersection B complement. അപ്പോൾ A complementum B complementum നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതിൻ്റെ രണ്ടിലും കൂടി കോമൺ എലമെൻറ്റ്സ് A complement intersection B complements എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടിലും കൂടിയുള്ള കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് ഏതാ വരുന്നത്? ഇതല്ലേ? ഈ സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? സെറ്റ് 1, 6. ഓക്കെ, ഞാൻ ഫോർത്ത് വൺ ആദ്യം എന്ത് കാണണം? A union B കാണണം. ദെൻ വാട്ട് ഈസ് A union B? എയിലെയും ബിയിലെയും എല്ലാ എലമെൻറ്റ്സും അല്ലേ? അപ്പോൾ ഏതൊക്കെ വരും? സെറ്റ് 2, 3, 4, 5 അല്ലേ? 3 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. അപ്പോൾ സെറ്റ് 2, 3, 4, 5 A union B കണ്ടു. ഇനി എന്താ പറയുന്നത്? ഷോ ദാറ്റ് A union B ഓൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് ലെഫ്റ്റ് സൈഡ് കാണാം. A union B ഹോൾ കോംപ്ലിമെൻറ്റ് കാണാം. അതിനുവേണ്ടി നമ്മൾ A union B കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. A union B ഓൾ കോംപ്ലിമെൻറ്റ് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും A union B കളയണം
അല്ലേ? ഏത് സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആണോ കാണേണ്ടത്, അപ്പോൾ അതിനുവേണ്ടി യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ആ സെറ്റിലെ എലമെൻറ്റ്സിനെ ഒഴിവാക്കും. അപ്പോൾ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? യു മൈനസ് എ യൂണിയൻ ബി. ക്ലിയർ ആയില്ലേ? എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് എ ആണ്. അപ്പോൾ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാലോ യു മൈനസ് എ യൂണിയൻ ബി. ഓക്കെ, അപ്പോൾ യു മൈനസ് എ യൂണിയൻ ബി എന്താ കിട്ടുന്നത്? എ യൂണിയൻ ബിയിലെ എലമെൻറ്റ്സ് 2, 3, 4, 5 ആണ്. ഇതല്ല നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ യൂണിയൻ ബിയിലെ എലമെൻറ്റ്സ് അതായത് 2, 3, 4, 5 ഒഴിവാക്കി. ബാക്കി എന്ത് വരും? സെറ്റ് 1, 6 അല്ലേ? അതിലിവിടെ കിട്ടിയേക്കുന്ന സെറ്റ് 1, 6. അപ്പോൾ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ റൈറ്റ് സൈഡിൽ ദാറ്റ് ഈസ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് കാണണം അല്ലേ? അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഒന്നും കൂടി എടുത്ത് എഴുതാം. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് 1, 6. നോക്കിയേ, രണ്ടും ഈക്വൽ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് 1, 6 ആൻഡ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് 1, 6. അപ്പോൾ നമുക്ക് എടുത്തെഴുതുക, രണ്ടും ഈക്വൽ അല്ലേ? അപ്പോൾ എടുത്തെഴുതുക. ഹെൻസ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഓക്കെ, ഇനി ഇതൊരു ഇമ്പോർട്ടൻ്റ് ലോ ആണ്. ഇതിന് നമ്മൾ പറയുന്നത് ഡി മോർഗൻസ് ലോ എന്നാണ്. എന്താ പറയുന്നത്? ഡി മോർഗൻസ് ലോ. ഡി മോർഗൻസ് എന്ന് പറയുന്ന മാത്തമാറ്റിക്സിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. അതാണ് നമ്മളിപ്പോൾ ഇത് ഉപയോഗിച്ച് ഈ ക്വസ്റ്റൻ അത് പ്രൂവ് ചെയ്തു. അതുപോലെ മറ്റൊരു ലോയും കൂടി ഉണ്ട്. അതെന്താ? എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചേ, വേം പഠിക്കാം. ഇവിടെ യൂണിയൻ ആണ്, എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ റൈറ്റ് സൈഡ് എന്തായി മാറി? ഇൻ്റർസെക്ഷനായി മാറി അല്ലേ? എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആയി മാറി. ഇനി രണ്ടാമത്തെ ലോ നോക്കിയേ, ഇവിടെ എന്ത് വന്നു? ഇവിടെ യൂണിയൻ ആയിരുന്നപ്പോൾ ഇവിടെ എന്ത് വന്നു? ഇൻ്റർസെക്ഷൻ വന്നു. എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ റൈറ്റ് സൈഡ് എന്തായി മാറി? യൂണിയൻ ആയി മാറി. എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ രണ്ട് ലോസിനും കൂടി പറയുന്ന പേരാണെന്ത്? ഡി മോർഗൻസ് ലോ. ഇതിങ്ങനെ തന്നെ ഓർത്തിരിക്കണം. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ആൻഡ് എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ഓക്കെ, ഇതിന് പറയുന്ന പേരാണെന്ത്? ഡി മോർഗൻസ് ലോ. അപ്പോൾ നമ്മൾ ഡി മോർഗൻസ് ലോയിലെ ആദ്യത്തെ പാർട്ടാണ് നമ്മളിപ്പോൾ ആ ക്വസ്റ്റൻ അത് ചെയ്ത്. നമുക്ക് ആ സെക്കൻഡ് പാർട്ടും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ലെറ്റ് യു ഈസ് ഈക്വൽ ടു അതേ സെറ്റാണ്. വെരിഫൈ എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. നമ്മൾ നേരത്തെ ഏതാ ചെയ്തേ? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ് ചെയ്തത്. ഇത് രണ്ടാമത്തെ ലോയാണ് നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി കാണണം അല്ലേ? ലെഫ്റ്റ് സൈഡ് ആണ് ആദ്യം നമ്മൾ കാണുന്നത്. അതിനുവേണ്ടി എ ഇൻ്റർസെക്ഷൻ ബി കാണുക. ദെൻ വാട്ട് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി? എയിലെയും ബിയിലെയും കോമൺ എലമെൻറ്റ്സ് ദാറ്റ് ഈസ് സെറ്റ് 3. ഓക്കെ, ദെൻ എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് കാണണം. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? യു മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി അല്ലേ? നമ്മൾ പഠിച്ചതാണ് യു മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ ഇൻ്റർസെക്ഷൻ ബിയിലെ എലമെൻറ്റ്സിനെ കളയുക. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് ഇതല്ലേ? 1, 2, 3, 4, 5, 6 ആണ്. അതിൽ നിന്നും സെറ്റ് 3നെ ഒഴിവാക്കി. അപ്പോൾ ബാക്കി എന്ത് വരും? സെറ്റ് 1, 2, 4, 5, 6. ഓക്കെ, സെറ്റ് 1, 2, 4, 5, 6. ഇതാണ് നമുക്ക് എന്ത് കിട്ടിയേക്കുന്നത്? എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് റൈറ്റ് സൈഡ് കാണണം. എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് കാണണം. അതിനുവേണ്ടി ആദ്യം എ കോംപ്ലിമെൻറ്റ് കാണുന്നു. എ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു യു മൈനസ് എ ആണ്. യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എയിലെ എലമെൻറ്റ്സിനെ ഒഴിവാക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ നേരത്തെ ചെയ്തതാണ്. സെറ്റ് 1, 4, 5, 6. ഓക്കെ, ഇനി ബി കോംപ്ലിമെൻറ്റ് കാണുക. യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ബിയിലെ എലമെൻറ്റ്സിനെ ഒഴിവാക്കി. ദാറ്റ് ഈസ് സെറ്റ് ബിയിലെ എലമെൻറ്റ്സ് 3, 4, 5 ആണ് അല്ലേ? അപ്പോൾ ബാക്കി എന്തുണ്ട്? സെറ്റ് 1, 2, 6. ഓക്കെ, ഇപ്പോൾ എ കോംപ്ലിമെൻറ്റും കിട്ടി, ബി കോംപ്ലിമെൻറ്റും കിട്ടി. ഇനി എന്ത് കാണണം? എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്, അതായത് എ കോംപ്ലിമെൻറ്റിലെയും ബി കോംപ്ലിമെൻറ്റിലെയും എല്ലാ എലമെൻറ്റ്സ്. എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു നോക്കിയേ 1, 2, 4, 5, 6 അല്ലേ? 1ഉം 6ഉം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 4, 5, 6. അത് തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയേക്കുന്നത്? എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഉണ്ടോ? രണ്ടും ഒരേ കളറിൽ
പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയിട്ടുണ്ട്. ഇതാ എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻ്റ് ആണ് സെറ്റ് 1 2 4 5 6 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റും സെറ്റ് 1 2 4 5 6 ആണ്. അപ്പോൾ നമുക്ക് എന്തെടുത്ത് എഴുതാം? എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ഇപ്പോൾ നമ്മൾ ഡി മോർഗൻസ് 2 ലോയും വെരിഫൈ ചെയ്തു. ക്ലിയർ ആയില്ല എല്ലാവർക്കും? ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ വെരിഫൈ ഡി മോർഗൻസ് ലോ എന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഡി മോർഗൻസ് ലോ എഴുതി വെരിഫൈ ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ ലോ ഇങ്ങനെ തരും, എന്നിട്ട് സെറ്റും തരും, ഷോ ദാറ്റ് അല്ലെങ്കിൽ വെരിഫൈ എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ നന്നായി പഠിക്കുക. ഓക്കെ. അപ്പം നമുക്കിനി ഡി മോർഗൻസ് ലോ എന്ന് എടുത്തെഴുതാം. ഫസ്റ്റ് വൺ, എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. സെക്കൻഡ് വൺ, പറഞ്ഞോണേ, വേഗം കാണാതെ പറഞ്ഞു. എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ദീസ് ആർ നെയ്മഡ് ആഫ്റ്റർ ദി മാത്തമാറ്റീഷ്യൻ ഡി മോർഗൻ. ഓക്കെ. നൗ പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലിമെൻറ്റ് ഓഫ് സെറ്റ്സ്. അപ്പം നമ്മൾ യൂണിയൻ്റെ പ്രോപ്പർട്ടീസ്, ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചതാണ്. അതുപോലെ കോംപ്ലിമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കോംപ്ലിമെൻറ്റ് ലോസ്. എ കോംപ്ലിമെൻറ്റ് യൂണിയൻ എ ഈസ് ഈക്വൽ ടു യു. നമ്മൾ നേരത്തെ കണ്ടതല്ലേ, വെൻ ഡയഗ്രം ഉപയോഗിച്ച് നമ്മൾ പഠിച്ചതാണ്. എ കോംപ്ലിമെൻറ്റ് യൂണിയൻ എ ഈസ് ഈക്വൽ ടു യു. ആൻഡ് സെക്കൻഡ് വൺ, എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എ ഈസ് ഈക്വൽ ടു 5 നൾ സെറ്റ്. ഇത് രണ്ടും നമ്മൾ വെൻ ഡയഗ്രത്തിൽ നിന്ന് നോക്കി പഠിച്ചതാണ്. നൗ ഡി മോർഗൻസ് ലോ, അത് നമ്മൾ പഠിച്ചതാണ്. എന്താണ്? എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. സെക്കൻഡ് വൺ, എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. തേർഡ് വൺ, ലോ ഓഫ് ഡബിൾ കോംപ്ലിമെൻറ്റ്. അതായത് നമ്മൾ പഠിച്ചിരുന്നു എ കോംപ്ലിമെൻറ്റ് ഓൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ അല്ലേ? അതിനാണ് എന്ത് പറയുന്നത്? ലോ ഓഫ് ഡബിൾ കോംപ്ലിമെൻറ്റ്. ഇനി അടുത്ത് 5 കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും എന്നാൽ? എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ. 5 കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും? 5 കോംപ്ലിമെൻറ്റ് 5 കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും 5നെ ഒഴിവാക്കണം അല്ലേ? അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ നൾ സെറ്റാണ്, എലമെൻറ്റ്സ് ഒന്നുമില്ല ഒഴിവാക്കാൻ. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എലമെൻറ്റ്സ് എല്ലാം പോകാനുണ്ടോ? ഇല്ല. അപ്പോൾ ബാക്കി എന്തായിരിക്കും കിട്ടുന്നത്? യു തന്നെ. ഓക്കെ. അപ്പോൾ 5 കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യു. ഇനി യു കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും യുവിനെ ഒഴിവാക്കുക അല്ലേ? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് യുവിലെ എലമെൻറ്റ്സിനെ ഒഴിവാക്കിയാൽ ബാക്കി എന്താ ഉള്ളത് അവിടെ? എലമെൻറ്റ്സ് വല്ലതും ഉണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് നൾ സെറ്റ്. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും കൂടി എടുത്തെഴുതുക. അതിന് പറയുന്നത് ലോ ഓഫ് എം ഡി സെറ്റ് ആൻഡ് യൂണിവേഴ്സൽ സെറ്റ്. ദാറ്റ് ഈസ് 5 കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു യു ആൻഡ് യു കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു 5. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോംപ്ലിമെൻറ്റിൻ്റെ നമ്മൾ പഠിച്ചത്. അപ്പോൾ കോംപ്ലിമെൻറ്റ് എന്താണെന്ന് നന്നായി മനസ്സിലാക്കി ഏത് സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആണോ കാണേണ്ടത് അതിനുവേണ്ടി യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ആ സെറ്റിലെ എലമെൻറ്റ്സിനെ ഒഴിവാക്കിയാൽ നമുക്ക് ആ സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് കിട്ടി. ഓക്കെ. പിന്നെ അതിൻ്റെ വെൻ ഡയഗ്രം പഠിച്ചു, അതിന് ശേഷം അതിൻ്റെ പ്രോപ്പർട്ടീസും പഠിച്ചു. ഇനി നമുക്ക് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എക്സസൈസ് 1.5. ഫസ്റ്റ് വൺ, ലെറ്റ് യു ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6 7 8 9. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4. ബി ഈസ് ഈക്വൽ ടു സെറ്റ് 2 4 6 8 ആൻഡ് സി ഈസ് ഈക്വൽ ടു 3 4 5 6. Find A complement, B complement, A union C whole complement, A union B whole complement, A complement whole complement, B minus C whole complement. അപ്പോൾ നമ്മൾ എക്സാമ്പിളിനകത്ത് ഇതെല്ലാം തന്നെ ചെയ്തതാണ് അല്ലേ? ഒന്നും കൂടി ചെയ്ത് നോക്കാം. അപ്പം വേഗം ചെയ്തോണേ. ഫസ്റ്റ് വൺ, ആദ്യത്തെ എന്താ കാണണ്ടേ? എ കോംപ്ലിമെൻറ്റ്. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? യു മൈനസ് എ. യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എയിലെ എലമെൻറ്റ്സ് 1 2 3 4 ആണ്. അത് ഒഴിവാക്കിയാൽ ബാക്കി എന്ത് കിട്ടി? 4 വരെയുള്ള എലമെൻറ്റ്സ് പോയി അല്ലേ? 1 2 3 4 പോയി. പിന്നെ 5 6 7 8 9. ഓക്കെ. നൗ സെക്കൻഡ് വൺ എന്താ? ബി കോംപ്ലിമെൻറ്റ്. ദെൻ ബി കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു യു മൈനസ് ബി. ദാറ്റ് ഈസ് യുവിൽ നിന്നും ബിയിലെ എലമെൻറ്റ്സ് കളഞ്ഞു. ദാറ്റ് ഈസ് 2 4 6 8. 2 4 6 8 പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? 1 3 5 7 9. ഓക്കെ. 1 3 5 7 9. Now third one, A union C whole complement. അപ്പോൾ A union C whole complement കാണണമെങ്കിൽ ആദ്യം എന്ത് കാണണം? A union C കാണണം അല്ലേ? Then what is A union C? A union C എന്ന് പറഞ്ഞാൽ എയിലെയും സിയിലെയും എല്ലാ എലമെൻറ്റ്സും. ദാറ്റ് ഈസ് ഏതൊക്കെ വന്നു? സെറ്റ് 1 2 3 4 5 6 അല്ലേ? 3 4 ഇവിടെ റിപ്പീറ്റ് ആണ്. അപ്പോൾ ഒരു പ്രാവശ്യം എഴുതാൻ മതി. ദാറ്റ് ഈസ് സെറ്റ് 1 2 3 4 5 6.
ദെൻ എ യൂണിയൻ സി ഹോൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ എ യൂണിയൻ സി ഹോൾ കോംപ്ലിമെൻറ്റ് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? യു മൈനസ് എ യൂണിയൻ സി കാണണം അല്ലേ. ദാറ്റ് ഈസ് എ യൂണിയൻ സി ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു യു മൈനസ് എ യൂണിയൻ സി. യുയിൽ നിന്നും എ യൂണിയൻ സി എലമെൻറ്റ്സ് കളഞ്ഞാൽ എന്ത് വരും ബാക്കി? 1 2 3 4 5 6 വരെ പോയി. ഇതാ ഇവിടം വരെ പോയി. ബാക്കി ഏതുള്ളത്? സെറ്റ് 7 8 9. ഓക്കെ. നൗ ഫോർത്ത് വൺ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് കാണാൻ വേണ്ടി ആദ്യം എന്ത് കാണണം? എ യൂണിയൻ ബി കാണണം. ദാറ്റ് ഈസ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എയിലെയും ബിയിലെയും എല്ലാ എലമെൻറ്റ്സും. ദാറ്റ് ഈസ് സെറ്റ് 1 2 3 4 6 8 അല്ലേ. ഇതാ സെറ്റ് 1 2 3 4 6 8. ദെൻ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. ദാറ്റ് ഈസ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് കാണാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടത്? യു മൈനസ് എ യൂണിയൻ ബി. ദാറ്റ് ഈസ് യു മൈനസ് എ യൂണിയൻ ബി. യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ യൂണിയൻ ബിയിലെ എലമെൻറ്റ്സിനെ കളയുന്നു. അപ്പോൾ ഇതൊക്കെ പോയി 1 2 3 4 6 8 അത്രയും പോയി. 1 2 3 4 6 8. ബാക്കി എന്തൊക്കെയുണ്ട്? 5 7 9 അല്ലേ. ഇതല്ലേ സെറ്റ് 5 7 9. ഇനി അടുത്തേതാ കണ്ടേ? ഫിഫ്ത്ത് വൺ എ കോംപ്ലിമെൻറ്റ് ഹോൾ കോംപ്ലിമെൻറ്റ്. അതിനുവേണ്ടി എ കോംപ്ലിമെൻറ്റ് കാണണം. എ കോംപ്ലിമെൻറ്റ് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സെറ്റ് 5 6 7 8 9. ഇനി എ കോംപ്ലിമെൻറ്റ് ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാലോ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ കോംപ്ലിമെൻറ്റിലെ എലമെൻറ്റ്സിനെ കളയണം. അതായത് ഈ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ഈ 5 6 7 8 9 5 6 7 8 9 പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? സെറ്റ് 1 2 3 4. ഓക്കെ. സെറ്റ് 1 2 3 4 ആയില്ലേ? പഠിച്ചില്ലേ ഇപ്പം? ഇനി സിക്സ്ത് വൺ ബി മൈനസ് സി ഹോൾ കോംപ്ലിമെൻറ്റ്. ഇപ്പോൾ ബി മൈനസ് സി ഹോൾ കോംപ്ലിമെൻറ്റ് കാണാൻ വേണ്ടി ഫസ്റ്റിൽ എന്ത് കാണണം? ബി മൈനസ് സി കാണുക. ദാറ്റ് ഈസ് ബി മൈനസ് സി. ഇതല്ലേ ബി സി. ഇത് ബി എന്ന് പറയുന്ന സെറ്റിൽ നിന്നും സിയിലുള്ള എലമെൻറ്റ്സിനെ കളയുക. അപ്പോൾ സിയിലെ എലമെൻറ്റ്സ് ഏതൊക്കെ എവിടെ ഉള്ളതെന്ന് നോക്കിയേ. രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ ഏതൊക്കെയുണ്ട്? 4 ഉണ്ട്. പിന്നെ ഏതുള്ളത്? 6 അല്ലേ. അപ്പം ബി മൈനസ് സി കാണാൻ വേണ്ടി ബിയിൽ നിന്നും 4ഉം 6ഉം കളഞ്ഞു. ബാക്കി എന്തുണ്ട്? 2 8 കണ്ടോ? സെറ്റ് 2 8. ദെൻ ബി മൈനസ് സി ഹോൾ കോംപ്ലിമെൻറ്റ്. ബി മൈനസ് സി ഹോൾ കോംപ്ലിമെൻറ്റ് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ബി മൈനസ് സിയിലെ എലമെൻറ്റ്സിനെ കളയുക. യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ബി മൈനസ് സിയിലെ എലമെൻറ്റ്സ് 2 8 ആണ്. 2 8 പോയി. ബാക്കി എന്തുണ്ട്? സെറ്റ് 1 3 4 5 6 7 9 ആയില്ലേ. ഇത് കംപ്ലീറ്റ് പഠിച്ചില്ലേ? നമ്മൾ നന്നായിട്ട് കോംപ്ലിമെൻറ്റ് കാണാൻ പഠിച്ചില്ലേ? ഓക്കെ. Now second question, if U is equal to set A, B, C, D, E, F, G, find the complements of the following sets. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് ഇപ്പം കോംപ്ലിമെൻറ്റ് കാണാൻ. അതുപോലെ വേഗം ചെയ്തു. ആദ്യം എന്ത് കാണുക? ഓരോന്നിനെയും കോംപ്ലിമെൻറ്റ് കാണാൻ വേണ്ടി പറഞ്ഞിരിപ്പുണ്ട്. അപ്പം ആദ്യം എ കോംപ്ലിമെൻറ്റ് കാണുക. എ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എയിലെ എലമെൻറ്റ്സിനെ ഒഴിവാക്കി. ദാറ്റ് ഈസ് എ ബി സി പോയി കഴിഞ്ഞാൽ ഡി ഇ എഫ് ജി എച്ച്. ഓക്കെ. വേഗം കണ്ടു. ബി കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ബിയിലെ എലമെൻറ്റ്സ് ഡി ഇ എഫ് ജി പോയി. ബാക്കി എന്തുണ്ട്? എ ബി സി എച്ച്. ഓക്കെ. നൗ സി കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും സിയിലെ എലമെൻറ്റ്സ് പോയി. ദാറ്റ് ഈസ് എ സി ഇ ജി പോയി. ബാക്കി എന്തുണ്ട്? ബി ഡി എഫ് എച്ച്. നൗ ഡി കോംപ്ലിമെൻറ്റ്. ഡി കോംപ്ലിമെൻറ്റ് കാണാൻ വേണ്ടി യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ഡിയിലെ എലമെൻറ്റ്സ് പോയി. ദാറ്റ് ഈസ് എഫ് ജി എച്ച് എ പോയി. ബാക്കി എന്താ ഉള്ളത്? ബി സി ഡി ഇ. ഓക്കെ. Now third question, taking the set of natural numbers as the universal set, write down the complement of the following set. അതായത് യൂണിവേഴ്സൽ സെറ്റ് ഇവിടെ ഏതായിട്ട് എടുക്കേണ്ടത്? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ദാറ്റ് ഈസ് സെറ്റ് 1 2 3 4 5 എക്സെട്ര അല്ലേ. ഇനി ഇവിടെ തന്നിരിക്കുന്ന ഓരോ സെറ്റിൻ്റെയും കോംപ്ലിമെൻറ്റ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും യൂണിവേഴ്സൽ സെറ്റ് ഏതാ? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ. അപ്പോൾ ഈ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്താ വരുന്നത്? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സിൽ നിന്നും ഏതിനെ കളയണം? ഈവൻ നാച്ചുറൽ നമ്പേഴ്സിനെ കളയണം. അപ്പോൾ പിന്നെ ബാക്കി എന്താ ഉള്ളത്? ഓഡ് നാച്ചുറൽ നമ്പർ അല്ലേ. അപ്പോൾ ഫസ്റ്റ് സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്താ? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. ക്ലിയർ ആയില്ലേ? ഈവൻ നാച്ചുറൽ നമ്പറും ഓഡ് നാച്ചുറൽ നമ്പറും കൂടി ചേർന്നാണ് നാച്ചുറൽ നമ്പേഴ്സ്. അതിൽ നിന്നും ഏതിനെ കളയണം? ഈവൻ നാച്ചുറൽ നമ്പേഴ്സിനെ കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? സെറ്റ് ഓഫ് ഓൾ ഓഡ് നാച്ചുറൽ നമ്പർ. അപ്പോൾ ഫസ്റ്റ് സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് സെറ്റ് ഓഫ് ഓൾ ഓഡ് നാച്ചുറൽ നമ്പർ. ഓക്കെ. നോ സെക്കൻഡ് വൺ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. നേരെ തിരിച്ച് അല്ലേ.
അപ്പോൾ ഈ സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് കാണണം എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് ഓഡ് നാച്ചുറൽ നമ്പേഴ്സിനെ കളഞ്ഞു. അപ്പോൾ പിന്നെ ബാക്കി എന്താ ഉള്ളത്? സെറ്റ് ഓഫ് ഓൾ ഈവൻ നാച്ചുറൽ നമ്പർ. ഓക്കെ, അപ്പോൾ വായിക്കേണ്ടത് എങ്ങനെയാണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ. നൗ തേർഡ് വൺ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് മൾട്ടിപ്പിൾ ഓഫ് 3. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ് മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പം 3യുടെ മൾട്ടിപ്പിൾസ്, യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുമ്പം ഏതാ വരുന്നത്? യൂണിവേഴ്സൽ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലേ? 1 2 3 4 5 6 എക്സെട്ര. അതിനകത്തെല്ലാം ഏതൊക്കെയുണ്ട്? 3യുടെ മൾട്ടിപ്പിൾസും ഉണ്ട് അല്ലേ? അപ്പോൾ 3യുടെ മൾട്ടിപ്പിൾസ് ഒഴിവാക്കിയാൽ ബാക്കി എന്താ വരുന്നത്? അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ എക്സ് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3. 3യുടെ മൾട്ടിപ്പിൾസ് ഒഴിവാക്കിയാൽ ബാക്കി പിന്നെ അവിടെ 3യുടെ മൾട്ടിപ്പിൾസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ എങ്ങനെ എഴുതണം? എക്സ് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3. അതായത് 3യുടെ മൾട്ടിപ്പിൾസ് 3 6 9 12 ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾസിനെല്ലാം ഒഴിവാക്കി. പിന്നെ അവിടെ 3യുടെ മൾട്ടിപ്പിൾസ് ഇല്ല. അപ്പോൾ ബാക്കിയുള്ളത് എന്താ? നാച്ചുറൽ നമ്പർ ആണ്. എങ്ങനെയുള്ള എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3. ഓക്കെ, നൗ ഫോർത്ത് വൺ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? നാച്ചുറൽ നമ്പറിൽ നിന്നും പ്രൈം നമ്പേഴ്സിനെ ഒഴിവാക്കുന്നു. അപ്പോൾ എന്ത് വരും? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് നോട്ട് എ പ്രൈം നമ്പർ അല്ലേ? പ്രൈം നമ്പറിൻ്റെ സെറ്റിനെയൊക്കെ ഒഴിവാക്കി. പിന്നെ അവിടെ പ്രൈം നമ്പേഴ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അതിനെങ്ങനെ പറയാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് നോട്ട് എ പ്രൈം നമ്പർ. നൗ ഫിഫ്ത്ത് വൺ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ഡിവിസിബിൾ ബൈ 3 and 5. ഈ സെറ്റ് എന്താ? നാച്ചുറൽ നമ്പറുമാണ്, പിന്നെ ഡിവിസിബിൾ ബൈ 3 and 5. 3 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള സെറ്റാണിത്. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? ആലോചിച്ച് നോക്കിയേ, ഏതൊക്കെയാ? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 3 and 5. 3 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ്. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? എക്സ് ബിലോങ്സ് ടു എൻ എന്ന് എഴുതുന്നത് നമ്മുടെ നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റാണ്. പിന്നെ ബാക്കി എന്താ? എക്സ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 ഓർ എക്സ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 5. 3 കൊണ്ടും 5 കൊണ്ടും ഡിവിസിബിൾ ചെയ്യാൻ പറ്റുന്ന എലമെൻസിനൊക്കെ ഒഴിവാക്കി അല്ലേ? പിന്നെ എന്താ ഉള്ളത്? പിന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതുമായ എലമെൻസ് ഉണ്ടോ അവിടെ? ഇല്ല. അപ്പോൾ പിന്നെ ബാക്കി എന്താ ഉള്ളത്? എക്സ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 ഓർ എക്സ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 5. അതായത് 3 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 അല്ലേ? അങ്ങനെയുള്ള എലമെൻസ് ഏതൊക്കെയാണ് വരുന്നത്? യൂണിവേഴ്സൽ സെറ്റ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. 15 13 45 60 75 ഇങ്ങനെയുള്ള എലമെൻസ്. അപ്പോൾ ഇതിനൊക്കെ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ഒഴിവാക്കി. പിന്നെയുള്ള നമ്പേഴ്സ് 3 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലാത്തതാണ്. ഓക്കെ, നൗ അടുത്തത് 6th വൺ അല്ലേ? ഇത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഇപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതിനകത്ത് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരുന്ന സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരുന്ന എലമെൻസിനൊക്കെ നമ്മൾ ഒഴിവാക്കി യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും. പിന്നെ അവിടെ ബാക്കിയുള്ളത് എന്താ? എക്സ് ബിലോങ്സ് ടു എൻ നാച്ചുറൽ നമ്പർ ആയതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ എക്സ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. പിന്നെ ബാക്കിയുള്ള എലമെൻസിനകത്ത് പെർഫെക്റ്റ് സ്ക്വയർസ് ഒന്നുമില്ല. അങ്ങനെയുള്ളതിനെ നമ്മൾ ഒഴിവാക്കി. അപ്പോൾ എക്സ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. നൗ 7th വൺ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പെർഫെക്റ്റ് ക്യൂബ് അല്ലേ? പെർഫെക്റ്റ് ക്യൂബിൻ്റെ സെറ്റാണ്. അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോഴോ നാച്ചുറൽ നമ്പേഴ്സിൽ നിന്നും പെർഫെക്റ്റ് ക്യൂബായിട്ടുള്ള എലമെൻസിനൊക്കെ ഒഴിവാക്കി. പിന്നെ എങ്ങനെ പറയാം നമുക്ക്? എക്സ് ബിലോങ്സ് ടു എൻ സച്ച് ദാറ്റ് എക്സ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ കോമൺ ക്യാരക്ടറാണ് പറയുന്നത്. അപ്പോൾ പെർഫെക്റ്റ് ക്യൂബായിട്ടുള്ള എലമെൻസിനൊക്കെ ഒഴിവാക്കി. പിന്നെ ബാക്കിയുള്ളതിനെ നമുക്ക് പറയാം, എങ്ങനെ പറയാം? എക്സ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ്. നൗ 8th വൺ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു 8. ഇങ്ങനെയുള്ള സെറ്റാണ്. അതായത് സെറ്റ് ഓഫ് ഓൾ എക്സ് സെറ്റാൽ എന്തായിരിക്കണം? എക്സ് പ്ലസ് 5 ഈക്വൽ ടു 8 ആയിട്ട് വരുന്ന എലമെൻസ് ഉള്ള സെറ്റുകളാണ് ഈ സെറ്റ്. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരണം? എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു 8 ആയിട്ട് വരുന്ന എലമെൻസിനൊക്കെ ഒഴിവാക്കും അല്ലേ? അപ്പോൾ ആദ്യം എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു 8 ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 8 മൈനസ് 5 വിച്ച് ഈസ് ഈക്വൽ ടു 3 അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് 5 ഈക്വൽ ടു 8 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 3 ആയിരിക്കും. അതാണ് ഈ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് പ്ലസ് 5 ഈക്വൽ ടു 8. അപ്പോൾ അവിടുത്തെ എക്സിൻ്റെ വാല്യൂ ഏതാ? 3 ആണ്. അപ്പം നമ്മുടെ നാച്ചുറൽ നമ്പറിൽ നിന്നും ഏതിനെ ഒഴിവാക്കണം? 3നെ ഒഴിവാക്കണം അല്ലേ? ഈ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് കാണുക എന്ന് പറഞ്ഞാൽ ഈ സെറ്റിലെ എലമെൻറ്റ്സ് യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ഒഴിവാക്കണം. അപ്പോൾ ഈ സെറ്റിലെ എലമെൻ്റ് എന്ന് പറയുമ്പോൾ ഏതാ വരുന്നത്? എക്സ് എന്താ വരുന്നത്? 3 ആണ്.
സെറ്റ് നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റിൽ നിന്നും 3 എന്ന് പറയുന്ന എലമെൻറ്റിനെ ഒഴിവാക്കി. അപ്പോൾ പിന്നെ ബാക്കി വരുന്നത് എന്താ? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു n ആൻഡ് എക്സ് നോട്ട് ഈക്വൽ ടു 3 അല്ലേ? എക്സ് നോട്ട് ഈക്വൽ ടു 3. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ, അതായത് 9th വൺ, എക്സ് സച്ച് ദാറ്റ് 2x + 5 ഈസ് ഈക്വൽ ടു 9. ഇതുപോലെ തന്നെ 2x + 5 എന്തായിരിക്കും? 9 വരും. അങ്ങനെയുള്ള എലമെൻസിനെ ഒഴിവാക്കണം. ദാറ്റ് ഈസ് 2x + 5 ഈസ് ഈക്വൽ ടു 9 ഇംപ്ലൈസ് 2x ഈക്വൽ ടു 9 minus 5 implies x equal to 4/2, that is x equal to 2 അല്ലേ? അപ്പോൾ ഈ സെറ്റിലെ എലമെൻ്റ് ഏതാണ്? 2 എന്ന് പറയുന്ന സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് കാണാൻ വേണ്ടി യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ആ എലമെൻറ്റിനെ ഒഴിവാക്കി. അപ്പോൾ 2 എന്ന് പറയുന്ന എലമെൻറ്റിനെ ഒഴിവാക്കി. അപ്പോൾ എന്താ വരുന്നത് ബാക്കി? എക്സ് ബിലോങ്സ് ടു n ആൻഡ് എക്സ് നോട്ട് ഈക്വൽ ടു 2. ഓക്കെ, നൗ 10th വൺ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും എന്ന് പറഞ്ഞ്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 ആയിട്ടുള്ള എലമെൻസിനൊക്കെ നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ 7, 8, 9, 10, 11 എക്സെട്ര ഇങ്ങനെയുള്ള എലമെൻസിനൊക്കെ ഒഴിവാക്കുമ്പോഴാണ് ഇതിൻ്റെ കോംപ്ലിമെൻ്റ് കിട്ടുന്നത്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ കോംപ്ലിമെൻ്റ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു n ആൻഡ് എക്സ് ലെസ് ദാൻ 7 അല്ലേ? അതായത് 7 മുതൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 ആണ്. 7 മുതൽ മുകളിലേക്ക് വരുന്ന എല്ലാ എലമെൻസിനെയും നമ്മൾ ഈ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ഒഴിവാക്കി. പിന്നെ അവിടെ 7 ഉണ്ടോ? ഇല്ല, 7 അടക്കം ഒഴിവായി. പിന്നെ ബാക്കി ഏതാ ഉള്ളത്? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൽ പിന്നെ ബാക്കി ഏതാ ഉള്ളത്? എക്സ് ലെസ് ദാൻ 7 അല്ലേ? അതായത് 1, 2, 3, 4, 5, 6 വരെ വരും. നൗ 11th വൺ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു n ആൻഡ് 2x + 1 ഗ്രേറ്റർ ദാൻ 10. അപ്പോൾ 2x + 1 ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ ആദ്യം നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. 2x + 1 ഗ്രേറ്റർ ദാൻ 10 ഇംപ്ലൈസ് 2x ഗ്രേറ്റർ ദാൻ 10 - 1 അല്ലേ? നമ്മൾ ഇക്വാലിറ്റി ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ഇക്വാലിറ്റി ചെയ്യുന്നു. 2x ഗ്രേറ്റർ ദാൻ 10 - 1 10 - 1 എന്ന് പറഞ്ഞാൽ എത്ര വന്നു? 9. ദാറ്റ് ഈസ് 2x ഗ്രേറ്റർ ദാൻ 9 എന്ന് കിട്ടി. എന്ന് പറഞ്ഞാലോ x ഗ്രേറ്റർ ദാൻ 9/2. എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കണം? 9/2 ആയിരിക്കണം. 9/2 എന്ന് പറഞ്ഞാൽ 4.5. അപ്പോൾ ഈ സെറ്റിലെ എലമെൻറ്റ്സ് എന്താ? എക്സ് ഗ്രേറ്റർ ദാൻ 9/2 ആയ എലമെൻറ്റ്സ്, അതായത് 4.5ന് മുകളിലേക്കുള്ള എലമെൻറ്റ്സ്. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പറാണ് യൂണിവേഴ്സൽ സെറ്റ് വരുന്നത്. അപ്പോൾ ഈ നാച്ചുറൽ നമ്പേഴ്സിനകത്ത് നിന്ന് ഏതിനെ ഒഴിവാക്കി? എക്സ് ഗ്രേറ്റർ ദാൻ 9/2 ആയിട്ടുള്ള എലമെൻറ്റ്സിനെ, അതായത് 4.5ന് മുകളിലേക്ക് വരുന്ന നാച്ചുറൽ നമ്പേഴ്സിനൊക്കെ ഒഴിവാക്കി. പിന്നെ ബാക്കി എന്തേ ഉള്ളൂ അവിടെ? എക്സ് ബിലോങ്സ് ടു n ആൻഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9/2 അല്ലേ? അതായത് 4.5ന് ബാക്കിലേക്ക് പുറകിലേക്കുള്ള എലമെൻറ്റ്സ്. പക്ഷേ ഇവിടെ എന്താണ്? നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റുമാണ്. അപ്പോൾ എവിടം വരെ വരും? 1, 2, 3, 4 വരെ. ഓക്കെ, now 4th one, if u is equal to set 1, 2, 3, 4, 5, 6, 7, 8, 9, a is equal to 2, 4, 6, 8 and b is equal to 2, 3, 5, 7. Verify that a union b whole complement equal to a complement intersection b complement and a intersection b whole complement equal to a complement union b complement. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഡി മോർഗൻസ് ലോ ആണ് അല്ലേ? അതായത് നോക്കിയാൽ ഫസ്റ്റ് വൺ, എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആൻഡ് സെക്കൻഡ് വൺ, എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഇത് രണ്ടും ഏതാണ്? ഡി മോർഗൻസ് ലോ ആണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്വസ്റ്റൻ അത് ചെയ്തതാണ്, ഒരു ക്വസ്റ്റൻ കൂടി ചെയ്ത് നന്നായി പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ, എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്നാണ് പ്രൂഫ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡ് കാണുന്നു, എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് കാണുന്നു അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഏതൊക്കെ കാണണം? എ കോംപ്ലിമെന്റ് വേണം, ബി കോംപ്ലിമെന്റ് വേണം, എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് വേണം. അപ്പോൾ ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് എ കോംപ്ലിമെന്റ് കാണുന്നു. എ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു യു മൈനസ് എ. യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ എന്ന് പറഞ്ഞ സെറ്റിലെ എലമെൻസിനൊക്കെ ഒഴിവാക്കി. അപ്പോൾ 2, 4, 6, 8 ഇവിടെ നിന്നും ഒഴിവാക്കി. ബാക്കി എന്തുണ്ട്? സെറ്റ് 1, 3, 5, 7, 9. ഓക്കെ, നൗ ബി കോംപ്ലിമെന്റ്. വാട്ട് ഈസ് ബി കോംപ്ലിമെന്റ്? യു മൈനസ് ബി. യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ബിയിലെ എലമെൻസിനെ, ദാറ്റ് ഈസ് 2, 3, 5, 7 ഒഴിവായി. ബാക്കി എന്താ വരുന്നത്? 1, 4, 6, 8, 9. നൗ എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റുമായി. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ആദ്യം നോക്കുക. ലെഫ്റ്റ് സൈഡിൽ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് വേണം അല്ലേ? ഇനി ഇവിടെ എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് കാണാം. അപ്പോൾ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്താ വരുന്നത്? ആ രണ്ടിലേയും കൂടി കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്, ദാറ്റ് ഈസ് 1, 3, 5, 7, 1, 4, 6, 8, 9. രണ്ടിലും കോമൺ ഏതാ ഉള്ളത്? സെറ്റ് 1, 9 അല്ലേ? രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് 1, 9 ആണ്. ദാറ്റ് ഈസ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു സെറ്റ് 1, 9. അപ്പോൾ ഒരു സൈഡ്, അതായത് റൈറ്റ് സൈഡ് ഇവിടെ കംപ്ലീറ്റ് ആയി. അതുകൊണ്ട് നമ്മൾ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണോ എന്ന് നോക്കണം.
അപ്പോൾ റൈറ്റ് സൈഡ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡ് കാണാം. ദാറ്റ് ഈസ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് ആണ് കാണുന്നത്. അതിനു വേണ്ടി ആദ്യം എന്ത് കാണണം? എ യൂണിയൻ ബി കാണണം. ദാറ്റ് ഈസ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എയിലെയും ബിയിലെയും എല്ലാ എലമെൻറ്റ്സ്, ദാറ്റ് ഈസ് സെറ്റ് 2, 3, 4, 5, 6, 7, 8. Now A union B whole complement, that is U minus A union B. അല്ലേ, യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും A union B യിലെ എലമെൻറ്റ്സിനെ, ദാറ്റ് ഈസ് 2, 3, 4, 5, 6, 7, 8 യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും കളയുന്നു. ബാക്കി എന്തുണ്ട്? 1 എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ട്, പിന്നെ 9 ഉണ്ട്, ദാറ്റ് ഈസ് സെറ്റ് 1, 9. അല്ലേ, ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു സെറ്റ് 1, 9. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡും കണ്ടുപിടിച്ചു. ഇപ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കണ്ടുപിടിച്ചതിന് ശേഷം രണ്ടും ഈക്വൽ ആണോ എന്ന് നോക്കുക. അതാണ് വെരിഫൈ ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്താ കിട്ടിയത്? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് എന്ത് കിട്ടി? സെറ്റ് 1, 9 അല്ലേ. അതുപോലെ റൈറ്റ് സൈഡ് എന്ത് കിട്ടി? എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ത് കിട്ടി? സെറ്റ് 1, 9 അല്ലേ. അപ്പോൾ ഈ രണ്ടും ഈക്വൽ ആണ്. അതായത് ഇക്വേഷൻ നമ്പർ 1 ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 2 അല്ലേ. That is from 1 and 2, A union B whole complement is equal to A complement intersection B complement. അല്ലേ, രണ്ടിൻ്റെ റൈറ്റ് സൈഡ് ഈക്വൽ ആണ്. therefore A complement intersection B complement is equal to എന്ത് കിട്ടും? A union B whole complement. ഫസ്റ്റ് റിസൾട്ട് നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി അതുപോലെ സെക്കൻഡ് വൺ, എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻ്റ് ആണെന്നുള്ളത് വെരിഫൈ ചെയ്യുക. അതിനുവേണ്ടി ആദ്യം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എ ഇൻ്റർസെക്ഷൻ ബി കാണുന്നു. എയും ബിയും ഇവിടെ രണ്ട് സെറ്റുകൾ തന്നിട്ടുണ്ട്. അതിനകത്ത് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും കോമൺ എലമെൻറ്റ്സ്, ദാറ്റ് ഈസ് എയിലെയും ബിയിലെയും കോമൺ എലമെൻറ്റ്സ് ഏതാ വന്നിരിക്കുന്നത്? ആകെ ഒരു എലമെൻറ്റേ ഉള്ളൂ, 2 അല്ലേ. അപ്പോൾ സെറ്റ് 2. നൗ എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? യു മൈനസ് സെറ്റ് എ ഇൻ്റർസെക്ഷൻ ബി. യുവിൽ നിന്നും എ ഇൻ്റർസെക്ഷൻ ബിയിലെ എലമെൻറ്റ് 2 ഒഴിവാക്കുന്നു. ബാക്കി എന്തുണ്ട്? സെറ്റ് 1, 3, 4, 5, 6, 7, 8, 9 അല്ലേ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതാണ് ഈ സെറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഇനി റൈറ്റ് സൈഡ് കാണണം. റൈറ്റ് സൈഡ് എന്താ? എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ യൂണിയൻ കണ്ടാൽ പോരെ. then what is എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്? എ കോംപ്ലിമെൻറ്റിലെയും ബി കോംപ്ലിമെൻറ്റിലെയും എല്ലാ എലമെൻറ്റ്സും, ദാറ്റ് ഈസ് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു ഇതിലും രണ്ടിൽ വരുന്ന എല്ലാ എലമെൻറ്റ്സും കൂടി എടുത്ത് എഴുതിയാൽ യൂണിയനായി അല്ലേ. അപ്പോൾ ഇതൊക്കെ വരും സെറ്റ് 1, 3, 4, 5, 6, 7, 8, 9 അല്ലേ. ഇതല്ലേ ഈ സെറ്റ്. ഇനി നോക്കിയേ, നമ്മൾ നേരത്തെ ലെഫ്റ്റ് സൈഡ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഇതല്ലേ ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത്തത് റൈറ്റ് സൈഡ് ഇക്വേഷൻ നമ്പർ 2. ഇത് രണ്ടും ഈക്വൽ അല്ലേ. അപ്പോൾ ഫ്രം 1 and 2 നമുക്ക് എന്ത് കിട്ടി? എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നന്നായിട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. നൗ ഫിഫ്ത്ത് വൺ, ഡ്രോ അപ്രോപ്രിയേറ്റ് വെൻ ഡയഗ്രാം ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ്. ഈ തന്നിരിക്കുന്നതിൻ്റെ വെൻ ഡയഗ്രാംസ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം കണ്ട ഏതാ? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. രണ്ടാമത്തതോ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. തേർഡ് വൺ എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. ഫോർത്ത് വൺ എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായല്ലോ. എന്താ അത്? ഇത് തന്നെയാണ് നമ്മുടെ ഡി മോർഗൻസ് ലോയുടെ വെൻ ഡയഗ്രാം പറഞ്ഞിരിക്കുന്നത് അല്ലേ. നോക്കിയാൽ ഇത് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് ആണ് ആദ്യത്തെ റിസൾട്ട്. അതിൻ്റെ റൈറ്റ് സൈഡാണിത്, എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് അല്ലേ. അതുപോലെ അടുത്ത് നോക്കിയാൽ എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്, അതിൻ്റെ റൈറ്റ് സൈഡാണ് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വെൻ ഡയഗ്രാം നോക്കാം. ഫസ്റ്റ് ഇത് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്. പിന്നെ ഇവിടെ നോക്കിയേ എ യൂണിയൻ ബി. എ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇത് എ എന്ന് പറയുന്ന സെറ്റാണ്, ഇത് ബി എന്ന് പറയുന്ന സെറ്റാണ്. ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്, റെക്റ്റാങ്കിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എയിലെയും ബിയിലെയും എല്ലാ എലമെൻറ്റ്സും. അതാണ് ഇവിടെ റെഡിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. എയിലെയും ബിയിലെയും എല്ലാ എലമെൻറ്റ്സും. അപ്പോൾ എ യൂണിയൻ ബി ആയി. ഇനി നമുക്ക് എന്ത് വേണം? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് ആണ് വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം എ യൂണിയൻ ബി കണ്ടുപിടിച്ചു. ഇനി ദെൻ വാട്ട് ഈസ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരേണ്ടത്? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ യൂണിയൻ ബിയിലെ എലമെൻറ്റ്സിനെ ഒഴിവാക്കി അല്ലേ. ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്. ഈ റെക്റ്റാങ്കിളിനുള്ളിലുള്ള എലമെൻറ്റ്സും ഇതെല്ലാം കൂടി മൊത്തം നമ്മുടെ യൂണിവേഴ്സൽ സെറ്റാണ്. അപ്പോൾ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എന്താ വേണ്ടത്? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ യൂണിയൻ ബിയിലെ എലമെൻറ്റ്സിനെ ഒഴിവാക്കണം. അപ്പോൾ നമ്മൾ ഈ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ യൂണിയൻ ബിയിലെ എലമെൻറ്റ്സ് ഇതാണ് ഈ മൊത്തം ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതിലെ എലമെൻറ്റ്സിനെ ഒഴിവാക്കിയാൽ പിന്നെ ബാക്കി എലമെൻറ്റ്സ് ഏതാ? ഈ എയ്ക്കും ബിക്കും പുറത്തുള്ള എലമെൻറ്റ്സ് അതല്ലേ ഈ കാണിച്ചിരിക്കുന്നത്. ഇതാ റെഡിൽ ഷെയ്ഡ് ചെയ്തിട്ടിരിക്കുന്നു അല്ലേ. ഇതാണ് ഇത് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. ക്ലിയർ ആയോ?
അതായത് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ യൂണിയൻ ബിയിലെ എലമെൻസിനെ ഒഴിവാക്കുന്നു. ഇത് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്. അതിൽ നിന്നും എ യൂണിയൻ ബിയിലെ എലമെൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിനെ മൊത്തം ഒഴിവാക്കി ബാക്കി ഇതിന് പുറത്തുള്ളത് എയിലെയും ബിയിലെയും സെറ്റിന് പുറത്തുള്ള എലമെൻസ് ആണ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റിൻ്റെ ഡയഗ്രാമാണ് വരച്ചത്. ഇനി എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിന് വേണ്ടിയിട്ട് ഏതൊക്കെ വേണം? എ കോംപ്ലിമെൻറ്റ് വരയ്ക്കണം, പിന്നെ ബി കോംപ്ലിമെൻറ്റ് വരയ്ക്കണം. അപ്പോൾ അത് എ കോംപ്ലിമെൻറ്റ് ഇതാ എ എന്ന് പറഞ്ഞ സെറ്റ് അല്ലേ. ഇനി എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ഏതിലെ എലമെൻസിനെ ഒഴിവാക്കണം? എയിലെ എലമെൻസിനെ ഒഴിവാക്കണം. അപ്പോൾ ഇത് നമ്മുടെ ഈ റെക്റ്റാങ്കിളിനകത്ത് യൂണിവേഴ്സൽ സെറ്റാണ്. അതിന് മുകളിൽ ഇവിടെ യു എന്ന് എഴുതണം കേട്ടോ. യൂണിവേഴ്സൽ സെറ്റാണ്. ഇവിടെ നിന്നും എ കോംപ്ലിമെൻറ്റ് കാണാൻ വേണ്ടി എയിലെ എലമെൻസിനൊക്കെ ഒഴിവാക്കി. ഇത് മൊത്തം എയിലെ എലമെൻസ് ആണ് അല്ലേ. ഇത് ബി എന്ന് പറയുന്ന സെറ്റ്. അപ്പോൾ ഈ പോർഷൻ എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന പോർഷൻസ് ആണ്. അപ്പോൾ എയിലെ എലമെൻസ് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ എയിലെ എലമെൻസ് ഉണ്ട്, ഇതിനെയും ഒഴിവാക്കി. ഇപ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എയിലെ എലമെൻസിനെ മൊത്തം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഏതാ? ഈ ബ്ലാക്ക് ഷെയ്ഡിൽ കാണുന്നു അല്ലേ. ഇത് മൊത്തം ഈ ബിയുടെ ഈ പാർട്ടും ഇങ്ങോട്ടേക്കും ഇത് മൊത്തമാണ് എന്ത് വരുന്നത്? എ കോംപ്ലിമെൻറ്റ്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ബി കോംപ്ലിമെൻറ്റ് നോക്കാം. ബി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാലോ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ഏതിനെ ഒഴിവാക്കണം? ബിയിലെ എലമെൻസിനെ ഒഴിവാക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് ഇതാണ്. ഇതിൽ നിന്നും ബിയിലെ എലമെൻസ് ഇത് മൊത്തം ബിയിലെ എലമെൻസ് ആണ്. ഇവിടെ എയിലെയും ബിയിലെയും പോർഷൻസ് ഉണ്ട്. അപ്പം ബിയിലെ പോർഷൻസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ബിയിലെ എലമെൻസിനെ മൊത്തം ഒഴിവാക്കി. അപ്പോൾ ബാക്കിയുള്ളത് ഈ ഡാർക്ക് ഷെയ്ഡ് ബ്ലാക്കിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതാണ് ഇത് ബി കോംപ്ലിമെൻറ്റ്. ഇനി നമുക്ക് വേണ്ടത് ഏതാ? എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് അല്ലേ. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ കോംപ്ലിമെൻറ്റിലും ബി കോംപ്ലിമെൻറ്റിലും കോമൺ ആയിട്ട് വരുന്ന പോർഷൻസ്. ഇവിടെ നോക്കിയേ, ഇവിടെ പോർഷൻസ് നോക്കിയേ. ഇവിടെ ഈ ഒരു ഡയഗ്രത്തിലും കോമൺ ആയിട്ട് പോർഷൻസ് ഏതാ വരുന്നതെന്ന് നോക്കിയേ. ഈ ഒരു പോർഷൻസ് ഈ എ എന്ന് പറഞ്ഞ ഈ പോർഷൻസ് ഇവിടെ ഉണ്ടോ? ഇല്ല അല്ലേ. ഇനി ഇവിടെ ഈ ബി എന്ന് പറഞ്ഞ പോർഷൻ കണ്ടോ? അപ്പോൾ ഇവിടെ അതുണ്ടോ? ഇല്ല. ഇവിടെ ബി കോംപ്ലിമെൻ്റ് ആണ്, ഈ പോർഷൻ ഇല്ല അല്ലേ. അപ്പോൾ ഈ രണ്ട് പോർഷൻ ഇത് രണ്ടിനകത്തും കോമൺ ആയിട്ട് വരുന്നില്ല. പിന്നെ ഏതാ വരുന്ന കോമൺ ആയിട്ട് പോർഷൻസ്? ഈ പുറത്തുള്ള പോർഷൻസ് രണ്ടിലും കോമൺ ആണ്. ആണോ? അതെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഡയഗ്രം എങ്ങനെയാണ് വരുന്നത്? ഇതാ ഇങ്ങനെ അല്ലേ. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഈ പുറത്തുള്ള പോർഷൻസ്. ഇനി ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കിയേ, രണ്ട് സെയിം അല്ലേ. അതാണ് നമ്മുടെ ഡി മോർഗൻസ് ലോ അല്ലേ. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. രണ്ട് ഡയഗ്രം സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റിൻ്റെ ഡയഗ്രാണ് ഇത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം എ യൂണിയൻ ബി വരച്ചു. പിന്നെ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഡയഗ്രാമാണ് ഇത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും വരച്ചു. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഇതാണ്. എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റും എ കോംപ്ലിമെൻറ്റ് യൂണിയനും ബി കോംപ്ലിമെൻറ്റും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എ ഇൻ്റർസെക്ഷൻ ബി ആദ്യം കാണുന്നു. ഇത് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് എ ബി രണ്ട് സെറ്റ്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള പോർഷൻ ഇതാണ്. ഈ റെഡ് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന എ ഇൻ്റർസെക്ഷൻ ബി. ഇനി നമുക്ക് ഏത് വേണം? എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ഏത് കളയണം? എ ഇൻ്റർസെക്ഷൻ ബി കളയണം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്. ഇത് മൊത്തം യൂണിവേഴ്സൽ സെറ്റാണ്. അതിനകത്താണ് എയും ബിയും വന്നിരിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ ഇൻ്റർസെക്ഷൻ ബിയുടെ ഈ പോർഷൻസ് പോകണം. അപ്പോൾ ബാക്കി എന്തുണ്ടാവും? ഇതല്ലേ. ഈ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ഈ എ ഇൻ്റർസെക്ഷൻ ബിയിലെ എലമെൻസിനെ കളഞ്ഞാൽ ബാക്കി എന്തുണ്ട്? ഈ ഇത്രയും പോർഷൻസാണ് വരുന്നത് അല്ലേ. ഈ ബ്ലാക്ക് ഷെയ്ഡിലുള്ള പോർഷൻസാണ് വരുന്നത്. ക്ലിയർ ആയില്ല എല്ലാവർക്കും? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ ഇൻ്റർസെക്ഷൻ ബി പോയാലാണ് എന്ത് കിട്ടുന്നത്? എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ഈ ഒരു പോർഷൻ കളഞ്ഞു. അപ്പോൾ ബാക്കി വന്നിരിക്കുന്നത് എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഏത് വേണം? എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് വേണം. അതിനുവേണ്ടി എ കോംപ്ലിമെൻറ്റ് വേണം. നമ്മൾ നേരത്തെ എ കോംപ്ലിമെൻറ്റ് വരച്ചിട്ടുണ്ട്. അതുപോലെ ബി കോംപ്ലിമെൻറ്റും വരച്ചിട്ടുണ്ട്. ഇനി വേണ്ട ഏതാ? എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻറ്റിലെയും ബി കോംപ്ലിമെൻറ്റിലെയും എല്ലാ പോർഷൻസും. അപ്പോൾ നോക്കിയേ, എ കോംപ്ലിമെൻറ്റ് ഇതാണ്. ഇത് മൊത്തം ഈ ഒരു റീജിയൻ മൊത്തം വന്നു അല്ലേ. അതുപോലെ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാലോ ഈ ഒരു റീജിയൻ മൊത്തം. ഓക്കെ, അപ്പോൾ എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതാ? ഈ ഒരു പോർഷൻസ് ഈ ഒരു പോർഷൻസ് ഒന്നിൽ എയിലുണ്ടായിരിക്കണം അല്ലെങ്കിൽ ബിയിലുണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ ഏതാ കിട്ടുന്നത്? അതാ ഈ ഒരു പോർഷൻ അല്ലേ. എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ഈ എ കോംപ്ലിമെൻറ്റിലെയും ബി കോംപ്ലിമെൻറ്റിലെയും എല്ലാ എലമെൻറ്റ്സ് ഇത് തന്നെയല്ലേ വരുന്നത്. ക്ലിയർ ആയില്ലേ? എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ഇനി ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കിയേ, രണ്ട് സെയിം അല്ലേ.
അതല്ല നമ്മുടെ ഡി മോർഗൻസോ എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ക്ലിയർ ആയില്ല എല്ലാവർക്കും? അപ്പം ഈ വെൻ ഡയഗ്രം നന്നായി വരച്ച് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, നമ്മുടെ ഡി മോർഗൻസ് ലോ ആണ്. ഇനി 6th one, let U be the set of all triangles in a plane. If A is the set of all triangles with at least one angle different from 60 degree, what is A complement? അതാണ് ക്വസ്റ്റ്യൻ. യു എന്ന് പറഞ്ഞാൽ എന്താ? യൂണിവേഴ്സൽ സെറ്റ് ആണ്. അത് സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ ആണ്. എല്ലാ ടൈപ്പ് ട്രയാങ്കിൾസും വരും അല്ലേ. ഇനി എ എന്ന് പറഞ്ഞതോ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾ വിത്ത് അറ്റ്ലീസ്റ്റ് വൺ ആംഗിൾ ഡിഫറെൻറ്റ് ഫ്രം 60 ഡിഗ്രി. അറ്റ്ലീസ്റ്റ് മിനിമം ഒരു ആംഗിളെങ്കിലും 60 ഡിഗ്രി അല്ലാതിരിക്കണം അല്ലേ. അപ്പോൾ ഒരെണ്ണം 60 ഡിഗ്രി അല്ലാതിരിക്കാം, രണ്ടെണ്ണം 60 ഡിഗ്രി അല്ലാതിരിക്കാം, അല്ലെങ്കിൽ 3 60 ഡിഗ്രി അല്ലാതിരിക്കാം. അതാണ് അറ്റ്ലീസ്റ്റ് എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരെണ്ണമെങ്കിലും. അപ്പോൾ അതാണ് എ എന്ന് പറയുന്ന സെറ്റ്. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ 60 ഡിഗ്രി ആകുന്നത് അല്ലേ. യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും 60 ഡിഗ്രി അല്ലാത്ത ഏതെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം അല്ലെങ്കിൽ മൂന്നെണ്ണം ഈ ആംഗിൾസ് 60 ഡിഗ്രി അല്ലാത്തെല്ലാം കളയുന്നു. പിന്നെ ബാക്കി വരുന്നത് എന്താ? എല്ലാം 60 ഡിഗ്രി ആകുന്നത്. ക്ലിയർ ആയില്ലേ? ദെൻ എ കോംപ്ലിമെൻ്റ് ഈസ് ഈക്വൽ ടു ഇത് സെറ്റ് ഓഫ് ഓൾ ഈക്വലേറ്ററൽ ട്രയാങ്കിൾ. എല്ലാം 60 ഡിഗ്രി ആകുമെന്ന് പറയുന്നത് എന്താ? ഈക്വലേറ്ററൽ ട്രയാങ്കിൾ. ക്ലിയർ ആയില്ലേ? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ട്രയാങ്കിൾസും. എ എന്ന് പറഞ്ഞ സെറ്റോ അറ്റ്ലീസ്റ്റ് വൺ ആംഗിൾ ഡിഫറെൻറ്റ് ഫ്രം 60 ഡിഗ്രി. മിനിമം ഒരു ആംഗിളെങ്കിലും 60 ഡിഗ്രി അല്ലാതിരിക്കണം. മിനിമം ഒരു ആംഗിളെങ്കിലും എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഒരെണ്ണം അല്ലാതിരിക്കുക, രണ്ടെണ്ണം അല്ലാതിരിക്കുക, അല്ലെങ്കിലോ പിന്നെ മൂന്നെണ്ണം അല്ലാതിരിക്കുക അല്ലേ. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്താ? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും അങ്ങനെയുള്ള ഒരു ആംഗിൾ 60 ഡിഗ്രി അല്ല, രണ്ടെണ്ണം അല്ല, മൂന്നെണ്ണം അല്ലാത്തത് എല്ലാത്തിനെയും ഒഴിവാക്കുന്നു. അങ്ങനെ ഒഴിവാക്കിയാൽ പിന്നെ ബാക്കിയുള്ള ഏതാ? സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് വിത്ത് ആംഗിൾ 60 ഡിഗ്രി അല്ലേ. എന്ന് പറഞ്ഞാൽ അതെന്താ? ഈക്വലേറ്ററൽ ട്രയാങ്കിൾ. ക്ലിയർ ആയില്ലേ? ദറ്റ് ഈസ് എ കോംപ്ലിമെൻ്റ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ ഈക്വലേറ്ററൽ ട്രയാങ്കിൾസ്. ഓക്കെ. നോ 7th one, fill in the blanks to make each of the following a true statement. അപ്പോൾ ഇത് ഫില്ല് ചെയ്യാനാണ്. എ യൂണിയൻ എ കോംപ്ലിമെൻ്റ് എന്താ? ഇത് 4 ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മൾ പഠിച്ചതാണ്. അത് അസൈൻമെൻ്റ് ആയിട്ട് തരുവാണ്. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായില്ലേ? നമ്മൾ മെയിനായിട്ട് പഠിച്ചതാ കോംപ്ലിമെൻ്റ് ഓഫ് എ സെറ്റ് അല്ലേ. ഒരു പുതിയ കൺസെപ്റ്റ്. കോംപ്ലിമെൻ്റ് കാണാൻ വേണ്ടി യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ആ സെറ്റിലെ എലമെൻറ്റ്സിനെ ഒഴിവാക്കിയാൽ കോംപ്ലിമെൻ്റ് കിട്ടി. ഓക്കെ, പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസും അതിൻ്റെ എക്സാമ്പിൾസ് പിന്നെ എക്സസൈസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ നന്നായി മനസ്സിലാക്കി നോട്ടിലേക്ക് എഴുതിയെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.